ഹായ്, ഓടത്തെ കിച്ചണിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായിട്ടുള്ള രുചിയിൽ നല്ല തിക്ക് മസാല ഗ്രേവിയിൽ പൊതിഞ്ഞിരിക്കുന്ന പോലെ പീനട്ട് ചിക്കൻ ഉണ്ടാക്കാം. ക്ലീൻ ചെയ്ത ശേഷം 1 കിലോ തൂക്കമുള്ള ചിക്കനാണിത്. സോഫ്റ്റ് ചിക്കനാണ്. കറിക്ക് വേണ്ട പോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതാണ്. പച്ച കപ്പലണ്ടി 1 കപ്പ് വേണം. കപ്പലണ്ടി ചേർക്കുമ്പോഴാണ് റിച്ച് ഗ്രേവി ആവണത്. തൊലിയോടെ തന്നെ ചേർക്കാം. ചീനച്ചട്ടി ചൂടായി 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ 3 ഇഞ്ച് ഇഞ്ചി കഷ്ണം ചെറുതാക്കി നുറുക്കിയത് വഴറ്റാം. ഇത്തിരി നിറം മാറിയിട്ട് പച്ചമണം മാറുമ്പോൾ 10 അല്ലി വെളുത്തുള്ളി കുഞ്ഞിതായിട്ട് നുറുക്കിയതും കൂടെ ചേർക്കാം. ഇത് അരയ്ക്കണില്ലേ നമ്മൾ, അതുകൊണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടുണ്ട്. സബോള 3 എണ്ണം നീളത്തിൽ കനം കുറച്ച് നുറുക്കിയത് ഒന്ന് വഴറ്റാം. അപ്പോൾ നല്ലോണം വഴന്നിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റ് വഴറ്റി പൊടികൾ ചേർക്കാം. ആദ്യം മല്ലിപ്പൊടി ഇടാം. 2 ഹീപ്പ് ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ഹീപ്പ് ടീസ്പൂൺ മുളക് പൊടി, 1 ഹീപ്പ് ടീസ്പൂൺ മസാലപ്പൊടി. ഈ മസാലപ്പൊടിയിൽ പട്ടയും ഗ്രാമ്പും ഏലക്കായും പെരുജീരകവും എല്ലാം ഉണ്ട്. ഒരു ഹീപ്പ് ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്തിട്ട് എല്ലാം യോജിപ്പിക്കാം. അതിനു മുമ്പ് പാകത്തിന് ഉപ്പും കൂടി ചേർക്കാം. മസാല എല്ലായിടത്തും ആവണ പോലെ യോജിപ്പിക്കാം. ചിക്കനിൽ ഇത്തിരി വെള്ളം ഇറങ്ങും വേവുമ്പോൾ, അതുകൊണ്ട് കരിയാണ്ടിരിക്കാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിക്കാം. കാൽ കപ്പ് വെള്ളം ഒഴിച്ചു. അടച്ചു വെച്ച് വേവിക്കാൻ. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കനിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി 2 മിനിറ്റും കൂടി വേവട്ടെ. അടച്ചു തന്നെ ഇരിക്കട്ടെ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. വെള്ളം പാകത്തിന് വറ്റി ഗ്രേവിയിൽ മസാല പിടിച്ചിട്ടുണ്ട് കഷ്ണങ്ങളിലൊക്കെ. പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ആവും. പരത്തി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വറുക്കാം. പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉള്ളു വെന്ത് വരുന്നുണ്ട്. ഇനി നാളികേരം 1 കപ്പും കൂടി ചേർക്കാം. പാകത്തിന് റോസ്റ്റ് ആവണം. പച്ചമണക്കൊന്ന് മാറണം. മൂത്ത് വന്നിട്ടുണ്ട്. ചെറിയ ഗോൾഡൻ കളറായി. ചിക്കൻ മസാല 1 ടീസ്പൂൺ ചേർക്കാം. ഒന്ന് ഇളക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചൂടാറുമ്പോൾ അരച്ചെടുക്കാം. നല്ല മയത്തിൽ അരച്ചെടുക്കണം. ചിക്കനിലേക്ക് വേണ്ട ഉപ്പ് ആദ്യം തന്നെ നമ്മൾ ചേർത്തു. ഇനി അരപ്പിലേക്ക് വേണ്ടത് ഇപ്പം ചേർക്കാം. ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെള്ളം ചേർക്കാം. അപ്പോൾ അങ്ങനെ തരിതരിപ്പായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെയാക്കാം. കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ജാറിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടും കൂടി എടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളം വറ്റി അരപ്പൊഴിക്കാൻ. നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ചേർത്തത്. എരിവ് കുറവുള്ള പൊടിയാണെങ്കിൽ 2 ഹീപ്പ് ടീസ്പൂൺ വേണ്ടി വരും. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. കപ്പലണ്ടിക്കും സബോളയ്ക്കും ചിക്കനൊക്കെ ഒരു സ്വീറ്റ് നേച്ചർ ആയതുകൊണ്ട് എരിവ് പാകത്തിന് വേണം. അതാണ് സ്വാദ്. ഇപ്പോൾ കഷ്ണങ്ങളിൽ ഇങ്ങനെ പൊതിഞ്ഞ പോലെയാണ് ഗ്രേവി. അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഈ ഫൈനൽ സ്റ്റേജിൽ ചേർത്ത് നല്ല മണം ഉണ്ടാവും ഗ്രേവിക്ക്. ഓഫ് ചെയ്യാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ്. 10 ഉള്ളി നുറുക്കിയത് ചേർത്തിട്ട് വഴറ്റാം. ചുവന്ന നിറാവുമ്പോൾ കറിവേപ്പില ചേർക്കാം. മൊരിഞ്ഞിട്ടുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പില, 4 ചുവന്ന മുളക് കഷ്ണാക്കിയത് ചിക്കനിലേക്ക് ഒഴിക്കാം. ഇളക്കി ചേർക്കാം.
ഉള്ളിയും മുളകും കറിവേപ്പിലയും എല്ലായിടത്തേക്ക് ആവണ പോലെ യോജിപ്പിക്കാം. ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയതാണ് ഈ വിഭവം. ഇഷ്ടമായ ഉടത്ത് കിച്ചൺ ലൈക്കും ഷെയറും ചെയ്യുക. വേറൊരു വിഭവമായിട്ട് കാണാം. താങ്ക് യു.